ബോറ ഓടിച്ചെന്ന് ഡോറി തട്ടും. സുഹൂക്ക് തുറക്കുന്നുണ്ടേ ഇയാള് പോകരുത്, അല്ല പോകാൻ പാടില്ല എന്ന് അവൻ്റെ അടുത്ത് പറയും. അപ്പൊ അവൻ എന്താണ് കാര്യം എന്ന് മനസ്സിലാകത്തില്ല. ഇവളതും പറഞ്ഞിട്ട് കാറിന്റെ കീ എടുത്ത് ഓടും. അപ്പൊ ഇവൻ പുറകെ ചെല്ലും. ഇവളുടെ ഷൂ ഒക്കെ ഊരി പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തുകൊണ്ടാണ് വരുന്നത്. അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എന്നോട് പ്രോമിസ് ചെയ്തല്ലേ എൻ്റെ കൂടെ വരാമെന്ന്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകരുത്, എൻ്റെ കൂടെ വരണം എന്ന് പറയുമ്പോൾ സ്ഥലം എനിക്കറിയാം, ഞാൻ എത്തിക്കോളാം, ഇയാൾ ആദ്യം ചെല്ലാനായിട്ട് പറയും. ബോറക്ക് അന്നേരം ദേഷ്യം വന്നിട്ട് തനിക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായില്ലേ, എല്ലാവരും കല്യാണം ക്ഷണിച്ചു കഴിഞ്ഞു, എന്നിട്ട് ഇതുപോലെ ഇയാളെ വീണ്ടും വിളിച്ചു വരുത്തണമെങ്കിൽ അതിന് പിന്നിൽ ഒരു രക്ഷയേ ഉള്ളൂ, ഇയാള് ലാസ്റ്റ് ടൈം ഒന്ന് ഷെയ്ക്കണപ്പ് ആവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളിടത്ത് എന്തിനാണ് പോകുന്നത്, പോകാതിരുന്നൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സുഹൂക്കിനും ദേഷ്യം വരും. ഒരു കാര്യമില്ലാതെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത്, ഇയാൾ ഇപ്പോൾ ലൈൻ ക്രോസ് ചെയ്തു കഴിഞ്ഞു, തന്റെ സ്വഭാവം മാറ്റാറായില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ബോറ ചോദിക്കും, ഇപ്പോഴും ഞാൻ കാരണമാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയെന്നാണ് ഇയാൾ വിശ്വസിച്ച് വെച്ചേക്കുന്നത്, അന്ന് കൊടുക്കാൻ പറ്റാൻ ഇറങ്ങി ഇന്ന് കൊണ്ട് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ പഴയതുപോലെ ആകാൻ പറ്റുമെന്നാണ് വിശ്വാസം എന്ന് ബോറ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ സുഹൂക്കിന് ദേഷ്യം വരും. നല്ല ആളാണല്ലോ പറയുന്നത്, എക്സ് ഒരു മെസ്സേജ് അയച്ചതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഇല്ലാന്ന് പറയുകയും ചെയ്യും, എന്നാൽ അയാൾ വരുന്നെന്ന് അറിഞ്ഞിട്ടും ഓക്വേർഡ് ആവും ആ സിറ്റുവേഷൻ അറിഞ്ഞിട്ടും അവിടേക്ക് പോകണം എന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യുന്ന ആരാണ്, അത് ഇയാളല്ലേ. അപ്പൊ അങ്ങനെ ഉള്ള ഒരാള് എന്നെ ഉപദേശിക്കുന്നത് എന്തിനാണ്, ഇയാൾക്ക് അത്രയ്ക്ക് ആത്മവിശ്വാസം അഹങ്കാരമാണോ, കണ്ടു കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ ആകുമെന്ന്, അതുകൊണ്ടാണോ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പൊ ക്ലിങ്ങി ആയിട്ടുള്ള എക്സ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് ബോറ തിരിച്ചു പറയും. അവർക്ക് അവരുടെ സെൽഫ് എസ്റ്റീം എല്ലാം പോയിരിക്കുമായിരിക്കും. അപ്പം ലാസ്റ്റ് കച്ചിത്തുരുമ്പാണ് എക്സിനെ വിളിച്ചു വരുത്തി അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മളോട് എങ്ങനെയായിരിക്കും ഇനി എന്തായിരിക്കും പറയാൻ പോവുക, അവർ റിഗ്രറ്റ് ചെയ്യുന്നോ കരയുന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ വിളിച്ചു വരുത്തുന്നത്. അത് അറിയുന്നത് കൊണ്ടാണ് പോകരുതെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറയും. അപ്പൊ ഇത് എന്റെ കാര്യമാണ്, അത് ഞാൻ നോക്കിക്കോളാന്ന് സുഹൂക്ക് പറയുന്നുണ്ടേ എന്തേലും ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവള് കീ കൊടുത്തിട്ട് തിരിച്ചു പോകും. എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് സുഹൂക്ക് യൂറിയെടുത്ത് ചോദിക്കും. ഇന്ന് ഞാൻ എന്റെ വെഡിങ് ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് പോയിരുന്നു. കുറെ എണ്ണം ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ലാസ്റ്റ് ഒരെണ്ണം ഇട്ടപ്പോഴത്തേക്കും ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഒരു പക്ഷേ ചിലപ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് എടുത്തിരുന്നെങ്കിൽ എല്ലാം പഴയതുപോലെ ആകുമായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് വരാനായിട്ട് പാടില്ല, എനിക്കിങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് അവനോട് പറയും. അപ്പൊ അവൻ അതിന് മറുപടി പറയാതെ ഫോൺ അറ്റൻഡ് ചെയ്യാനാണ് പറയുന്നത്. കാരണം അന്നേരം മുതൽ അവളുടെ ഫോൺ റിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവള് നോക്കിയിട്ട് അത് അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ഇവളുടെ ഫിയാൻസിയാണ് വിളിക്കുന്നത്. ആളെ നിന്നെ കാണാനിട്ട് ടെൻഷനായിട്ട് വിളിക്കുന്നതായിരിക്കും. അറ്റൻഡ് ചെയ്യാൻ പറയുമ്പോൾ ഇവള് പറയുന്നത്, ഈ ഫോൺ ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല എന്ന് ഞാൻ പറയും, അറ്റൻഡ് ചെയ്യണോ എന്ന് ചോദിക്കും. അന്നേരം സോഹൂക്ക് പറയുന്നത്, ഇയാൾ എന്നെ ഇഷ്ടപ്പെട്ടതിനെക്കാട്ടി കൂടുതൽ ഞാൻ ഇയാളെ ഇഷ്ടപ്പെട്ടിരുന്നു, എന്റെ ഗേൾഫ്രണ്ട് ആകാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കാതിരുന്നത് ഓൾറെഡി എന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ്. എന്തെങ്കിലും കല്യാണം കഴിക്കുവാണെങ്കിൽ ഇയാളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പോയി ഒരു റിംഗ് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് നിർത്തും. ഇവൻ മിണ്ടാതിരിക്കുന്ന കാണുമ്പോൾ ആ ദിവസമാണ് അവൾ ബ്രേക്കപ്പ് ആവണമെന്ന് പറഞ്ഞതെന്ന് യൂറിക്ക് മനസ്സിലാവും. ഒരു കാരണവശാലും ഞാൻ ബോറ പറഞ്ഞത് കേൾക്കാനായിട്ട് പാടില്ലായിരുന്നു, ബോറ കാരണമാണ് നമ്മൾ ബ്രേക്കപ്പ് ആയത്, അതെനിക്ക് അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ലെന്ന് പറയും. അപ്പൊ അങ്ങനെയല്ല എന്ന് സുഹൂക്ക് പറയുന്നുണ്ട്. ഇവള് ചോദിക്കും, ബോറയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് നീ കേട്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടമല്ലല്ലോ, എന്ത് മനസ്സിൽ തോന്നിയാലും അതുപോലെ വിളിച്ചു പറയുമല്ലോ ബോറയൊക്കെ, അപ്പൊ അങ്ങനത്തെ സ്വഭാവം ഇഷ്ടമല്ലല്ലോ, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് ഇവൻ പറയും. അത് കേൾക്കുമ്പോൾ ഇവർക്ക് സംശയം തോന്നും. ഇവള് ചോദിക്കും, അതുകൊണ്ടാണ് ഞാൻ അന്ന് വെഡിങ് ഇൻവിറ്റേഷൻ തന്നപ്പോ യാതൊരു ഭാവഭേദവും ഇല്ലാതെ എന്നോട് പെരുമാറിയത്, അതും ബോറ കാരണമാണ്. ബോറ പറഞ്ഞോ ഞാൻ ഒരേ സമയം രണ്ടുപേരെ കാണുമായിരുന്നു, അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയതിനു ശേഷം എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനും ഒക്കെ പറ്റിയെന്ന് ബോറ പറഞ്ഞോന്നൊക്കെ ചോദിക്കും. അപ്പം ഇവള് തന്നെ എല്ലാ കാര്യങ്ങളും സുഹൂക്കിനടുത്ത് വിളിച്ച് പറയുകയാണ്. സുഹൂക്കിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ അവൻ പറയുന്നത്, എനിക്ക് ബാക്കി കൂടി പറയാനുണ്ട്, അത് കേൾക്കൂ. ബോറ കാരണം അല്ല നമ്മൾ ബ്രേക്കപ്പ് ആയത്, നീ എന്നെ എന്തൊക്കെ പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് തരണം എന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് റിങ് നിനക്ക് തരാമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല, കാരണം എനിക്ക് നിന്നെ അത്രയും ഇഷ്ടം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനത് തരാഞ്ഞത്, അതൊരിക്കലും മൂന്നാമതൊരാൾ കാരണമല്ല. പിന്നെ ബോറ എൻ്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്തു, അപ്പോളജൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, എന്നിട്ടും അപ്പോളജൈസ് ചെയ്തു, അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പം യൂറിക്ക് മനസ്സിലാവും കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ 4 വർഷമായിട്ട് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങള് ഇന്ന് ഇങ്ങനെ ഇവിടെ വെച്ച് കേൾക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നെ ഇഷ്ടമാണെന്ന് കേൾക്കാനായിട്ട് ഞാൻ കൊതിച്ചിട്ടുണ്ടായിരുന്നു, അത് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വേണം എനിക്ക് കേൾക്കേണ്ടിയിരുന്നത് എന്ന് തോന്നുന്നു. പണ്ട് ഇതൊക്കെ പറയാനായിട്ട് എത്ര ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ അത്രയ്ക്കൊന്നും പ്രശ്നമില്ലാന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ മാറാനായിട്ട് ശ്രമിക്കുവാണെന്ന് സുഹൂക്ക് പറയും. എനിക്ക് അതായിരുന്നു റിഗ്രറ്റ് ഉണ്ടായിരുന്നത്, ഇത് ഞാൻ നിന്നോട് നേരത്തെ തുറന്നു പറയണമായിരുന്നു, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാമായിരുന്നു, ഞാനത് ചെയ്തില്ല, ആ കാര്യം ഓർത്ത് മാത്രമേ എനിക്ക് റിഗ്രറ്റ് ഉള്ളൂ കൂടി സുഹൂക്ക് പറയുന്നുണ്ടേ. ഇനിയും ഞാനൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് യൂറിക്ക് മനസ്സിലാവും. അന്നേരമാണ് യൂറിയുടെ ഫിയാൻസി അവിടേക്ക് വരുന്നത്. ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു, ഞാൻ അകത്ത് പേടിച്ച് പോയി ഇവിടെ ഇരിക്കുമായിരുന്നു എന്ന് ചോദിച്ചിട്ട്. അന്നേരം തന്നെ സുഹൂക്ക് എഴുന്നേറ്റിട്ട്, ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ചായിരുന്നു, സീനിയറായിട്ട് പഠിച്ചതാണ്, നല്ല ക്ലോസ് ആണ്, വേറെയും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു,
എല്ലാവരെയും കല്യാണം ക്ഷണിക്കാനായിട്ട് യൂരി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും വരാനായിട്ട് പറ്റിയില്ല. അതിൽ ആള് നല്ല അപ്സെറ്റ് ആണ്, അതുകൊണ്ട് കരഞ്ഞിട്ടിരിക്കുകയാണെന്നൊക്കെ പറയും. അപ്പൊ ഇവൻ വിചാരിച്ചത് വെഡിങ് ഡ്രസ് ഇട്ട് നോക്കുമ്പോൾ എല്ലാം കൊള്ളാമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൊള്ളാമെന്നാണ് ഇവൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അവർക്ക് ദേഷ്യമായി അങ്ങനെ പോകുന്നതാണെന്നാണ് അവൻ വിചാരിച്ചത്. അപ്പൊ രണ്ടുപേരും സന്തോഷത്തോടൊക്കെ സംസാരിക്കുന്ന കണ്ടിട്ടാണ് സൂപ്പ് അവിടുന്ന് പോകുന്നത്. ഞാൻ രാവിലെ ഉണർന്നപ്പോ എന്റെ അടുത്ത് ഇല്ലായിരുന്നല്ലോ, എവിടെ പോയേക്കുമായിരുന്നെന്ന് യൂജൻ ജിൻവുവിന്റെ അടുത്ത് ചോദിക്കും. അവൻ പെട്ടെന്ന് ടെൻഷൻ ആവും. എവിടെ പോവാനാ? ഞാൻ ബാത്റൂമിൽ പോയപ്പോഴായിരിക്കും നീ ഉണർന്ന് നോക്കിയതെന്ന് പറയാം. അന്നേരത്തേക്ക് ബോറയുടെ ഫോൺ കോൾ വരും. ഇവര് ചെന്ന് ബോറ അവിടുന്ന് പിക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. എന്ത് പറ്റി, സൂഹുക്ക് വരുമെന്നല്ലേ പറഞ്ഞാൽ ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു വലിയ കഥയാണെന്ന് യൂജങ്ങിന്റെ അടുത്ത് ബോറ പറയും. യൂജങ്ങും ബോറയും പ്രീ വെഡിങ് ഷൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് വരും. ആ പെൺകുട്ടിയാണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും ബോറയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ അല്ലായിരുന്നോ? എങ്ങനെ ബ്രേക്കപ്പ് ആവുമെന്ന് ആര് വിചാരിച്ചു? ഞങ്ങൾ ആരും വിചാരിച്ചില്ല. എനിക്ക് എന്തായാലും ഇന്ന് നല്ല സന്തോഷമാണ്. നിനക്ക് സന്തോഷമാണല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പം ബോറ പറയും, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ആരായാലും ഹോളിൽ എൻട്രി ചെയ്ത് ആ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാം നടന്നു, എല്ലാം കഴിഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറയും. ഇയാൾക്ക് ഇതുവരെ പുതിയ ബോയ് ഫ്രണ്ടിനെ ഒന്നും കിട്ടിയില്ലേ? വേറെ ആരെങ്കിലും കൂടെ കൂട്ടിയായിരിക്കും വരുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഒറ്റയ്ക്കാണല്ലോ വന്നത്. പിന്നെ ഇവിടെ വൈനൊക്കെ ഉണ്ട് കേട്ടോ, നീ അതൊന്നും എടുത്ത് കുടിച്ചേക്കരുതേ. അന്നത്തെ പോലെ ഇവിടെ സീനായാലും എന്റെ ദിവസം ഇല്ലാതാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി പോകുന്നത്. ബോറയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. യൂജങ്ങിന്റെ ചോദിക്കും, ഇവക്കിട്ട് ഞാൻ രണ്ടും കൊടുക്കട്ടെ എന്ന്. കുഴപ്പമില്ല, കുറച്ച് നേരം കൂടി സഹിച്ച് നിൽക്കാനായിട്ട് യൂജങ്ങളോട് പറയും. ഇവരാണെങ്കിൽ പല സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെ ഫോട്ടോ എടുക്കും. അപ്പൊ മെസ്സേജ് വരും ജുവാൻ വരുന്നുണ്ടെന്ന്. ജുവാൻ വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും എല്ലാവരും ഇങ്ങനെ ബോറയെ നോക്കും. ബോറ പറയും, ആ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക. ഇവിടെ എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ചിട്ട് അവനോട് രണ്ട് വർത്താനം പറയാനായിട്ട് ഞാൻ നോക്കിയിരിക്കുക എന്ന് പറയും. അപ്പൊ നീ അങ്ങനെ ചെയ്യില്ല. അപ്പൊ എല്ലാവരും അത് വിശ്വസിക്കും. ഈ പെൺകുട്ടി പറയും, നീ അങ്ങനെ ചെയ്യല്ലേ, എന്റെ ദിവസം ഇല്ലാതാക്കല്ലേ എന്നൊക്കെ പറയും. അപ്പം ഫോട്ടോസ് എടുത്തോണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ ഫോട്ടോഗ്രാഫർ ഈ ഫിയാൻസിയുടെ അടുത്ത് ചിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവൻ നേരെ ചിരിക്കുന്നില്ല, ബാക്കി എല്ലാവരും ചിരിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് നിന്ന് നിൽക്കുമ്പോഴത്തേക്കിനും ചിരിക്കാനായിട്ട് വീണ്ടും പറയും. അപ്പൊ ഈ പെൺകുട്ടിക്ക് ദേഷ്യം വരും. എത്ര നേരം കൊണ്ട് പറയുന്നു, ഒന്ന് നേരെ ചിരിച്ചോണ്ട് നിന്നൂടെ ചോദിക്കുന്നുണ്ടേ. ഇത്ര എനിക്ക് ചിരിക്കാൻ പറ്റത്തുള്ളൂ, ഇത്രയും ചിരിച്ചാൽ പോരെ, ഇനി കുറച്ച് നേരം കൊണ്ടല്ലേ ഉള്ളൂ, എങ്ങനെയെങ്കിലും അങ്ങ് തീരട്ടെ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഇവക്ക് ദേഷ്യം വരും. എന്താ പറഞ്ഞത്, എങ്ങനെയെങ്കിലും തീരട്ടെ എന്നോ? അതെന്തോ അങ്ങനെ ഒരു വർത്തമാനം എന്ന് ചോദിച്ചിട്ട് അങ്ങനെ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞ് അവിടെ ആകെ അടിയാവും, ബഹളമാവും. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ രണ്ടുപേരും തട്ടിമറിച്ചിടും. ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഇതെല്ലാം കണ്ട് ഇത് മുഴുവൻ ഫോട്ടോ എടുത്തോണ്ടേ. അതിന്റെ ഇടയ്ക്ക് ഇവിടെ മൂക്ക് കൂടി ചോരയൊക്കെ വന്ന് ഇവിടെ ബോധം കെട്ട് വീഴും. അങ്ങനെ യൂജങ്ങും ബോറും കൂടിയാണ് ഇവിടെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. ബോധം വന്നു കഴിയുമ്പോഴത്തേക്കും ഇവള് കരച്ചിലായിരിക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതൊക്കെ കണ്ടിട്ട് സന്തോഷമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒട്ടും സന്തോഷമില്ല എന്ന് രണ്ടുപേരും മറുപടി പറയും. ബോറ അവിടെ ഇരിക്കുന്നുണ്ടേ. പറഞ്ഞത് ശരിയാണ്, ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവൻ കല്യാണത്തിന് സമ്മതിച്ചെന്നൊക്കെ ഈ പെൺകുട്ടി ഇങ്ങനെ പറയും. അന്നേരമാണ് ഫിയാൻസി അവിടേക്ക് വരുന്നത്. നിനക്ക് എന്തെങ്കിലും പറ്റിയോ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി സംസാരിച്ച് കോംപ്രമൈസ് ആവും. ഇവരെന്നിട്ട് അടിയുണ്ടാക്കുന്നതിന്റെ ഫോട്ടോസ് ഒക്കെ ഫോട്ടോഗ്രാഫർ എടുത്ത് നോക്കി തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ബോറ അവിടുന്ന് എഴുന്നേറ്റ് പോകും കുറച്ച് കഴിയുമ്പോൾ. അതേ സമയത്ത് തന്നെ എല്ലാവർക്കും ജുവാൻ വന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. അപ്പൊ അവര് നോക്കുമ്പോൾ ബോറയെ കാണാനില്ല. അവള് പറഞ്ഞു വിട്ട് വഴക്കുണ്ടാക്കാനായിട്ട് പോയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അവളുടെ പുറകെ ചെല്ലും. ജുവാൻ നോക്കുമ്പോൾ ബോറ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഗ്രീറ്റ് ചെയ്യാനൊക്കെ റെഡി ആയിട്ട് നിൽക്കും. പക്ഷെ ബോറ അവനെ മൈൻഡ് ചെയ്യാതെ ആ സൈഡിലേക്ക് നോക്കാതെ അവനെ പാസ് ചെയ്ത് പോകും. നേരെ ചെല്ലുന്നത് സുഹൂക്കിന്റെ അടുത്തേക്കാണ്. സുഹൂക്ക് അന്നേരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വന്നു എന്ന് പറഞ്ഞിട്ട് അവൻ മെസ്സേജ് അയച്ചതുകൊണ്ടാണ് ഇവള് താഴേക്ക് വന്നത്. അപ്പൊ എന്നെ ഗ്രീറ്റ് ചെയ്യാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അതേന്ന് പറയും. അപ്പൊ അവൻ നോക്കുന്നുണ്ട് ജുവാൻ അവിടെ നിൽക്കുന്നത് കാണും. അവൻ കൈയും പിടിച്ചുകൊണ്ടാണ്, ബോറയുടെ കൈയും പിടിച്ചുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. ജുവാൻ ആകെ നാണക്കേടോ, കാരണം എല്ലാവരും താഴെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാരും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കാണും. ബോറ വന്നിട്ട് ഇതെന്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പം ഒറ്റയ്ക്കാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, കൂടെ ആരും ഉണ്ടെന്ന് ബോറ പറഞ്ഞില്ല എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ടേ. അതെന്താ എന്നെ പറ്റി ആരോടും പറയാത്തത്, ഇപ്പോഴും എന്നെ പറ്റി സംസാരിക്കാനായിട്ട് നാണമാണോ എന്നൊക്കെ സുഹുക്ക് എല്ലാവരും കേൾക്കെ ചോദിക്കും. അപ്പം ബോറയ്ക്ക് എന്ത് പറയണമെന്ന് ആദ്യം മനസ്സിലാകത്തില്ല. പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറയും, അത് വേറെ കാര്യങ്ങൾ കാരണം ബിസി ആണെന്നാണ് എന്നോട് പറഞ്ഞത്, വരുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെ ഒരുവിധം പറഞ്ഞ് പിടിച്ചു നിൽക്കും. അപ്പൊ ഇവന്റെ ഈ സംസാരം കേൾക്കുമ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. യൂജങ്ങും ജിൻവു ആണെങ്കിൽ ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നുള്ള രീതിക്കാണ് നോക്കുന്നത്. ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലായിടം നടന്ന് എന്നെ കാണിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട് ബോറയെ വിളിച്ചോണ്ട് ഇവൻ പോകും. കുറെ നേരമായി ജുവാൻ അവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ആരും അവനെ മൈൻഡ് ചെയ്യുന്നില്ല. ഇവര് പോയി കഴിയുമ്പോഴാണ് എല്ലാവരും ജുവാനെ നോക്കുന്നത്. ഇവിടെ ചോദിക്കാം എന്താണ് ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ആക്ട് ചെയ്യണം, എന്നാലേ അസൂയ തോന്നേണ്ടവർക്ക് നല്ലതുപോലെ തോന്നത്തുള്ളൂ എന്ന് പറയും. ഇപ്പൊ ഇവരിങ്ങനെ കൈയൊക്കെ പിടിച്ച് പോകുന്നത് ജുവാൻ മാറി നിന്ന് നോക്കുന്നുണ്ട്. കാരണം ഓടി വന്നിട്ട് വരൂ നമുക്ക് അകത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചോണ്ട് ഇവരുടെ പുറകെ അവൻ ഓടും. കാരണം ഇവരെങ്ങോട്ടേക്കാണ് പോകുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ശരിക്കും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ടേ. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഞങ്ങൾ പരസ്പരം ഒരുപാട് സീക്രറ്റ്സ് ഷെയർ ചെയ്യാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാറുണ്ടെന്ന് സുഹൂക്ക് പറയും. എനിക്ക് ബോറയെ ഒരുപാട് ഇഷ്ടമാണെന്നും പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും അവർക്കെല്ലാം ഇഷ്ടപ്പെടും. അവൻ ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്, ഇവൻ കുടിക്കത്തില്ല. ബോറ കൂടെ ഉള്ളപ്പോൾ ഞാൻ കുടിക്കത്തില്ല, കാരണം കുടിച്ചു കഴിയുമ്പോൾ ബോറ നല്ല അഡോറബിൾ ആവും, എനിക്കത് കാണണം, അതുകൊണ്ടാണ് ഞാൻ കുടിക്കാത്തതെന്നൊക്കെ പറയും. നിങ്ങൾ അത് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കും.
നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടല്ലേ എന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് ബോറെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ബോറയുടെ ഫ്രണ്ട്സിനെ ഞാൻ പരിചയപ്പെട്ടിരിക്കണമല്ലോ, അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നത്, നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നും കൂടി ഇവൻ പറയും. എന്നിട്ട് ബോറെ പിടിച്ചിട്ട് എന്റെ ബോറ എത്ര ക്യൂട്ടാണെന്നൊക്കെ പറയും കൂടി ചെയ്യും. അപ്പൊ അവിടെയുള്ള പെൺകുട്ടികൾക്കെല്ലാം ഇവനെ ഇഷ്ടപ്പെടും. യൂജങ് ആണെങ്കിൽ ഇതൊക്കെ കണ്ടിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. കാരണം ജുവാൻ അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ട്, അവൻ ഇതൊന്നും പിടിക്കുന്നില്ല. ശരിക്കും എന്തുവായി സംഭവിക്കുന്നതെന്ന് യൂജങ് രഹസ്യമായിട്ട് ബോറടുത്ത് ചോദിക്കുമ്പോൾ ഇതൊക്കെ ചുമ്മാ അല്ലേ, ഇതൊക്കെ ആക്ടിങ് ആണെന്ന് അവൾ തിരിച്ചു പറയും. നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് എങ്ങനെയാണ് മീറ്റ് ചെയ്തതെന്ന് ഒരു ഫ്രണ്ട് ചോദിക്കും. അപ്പൊ ബോറ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, മീറ്റ് ചെയ്തു, ഞാനൊരു റിംഗ് വാങ്ങിക്കാൻ പോയി, അവിടെ വന്ന് അതേ റിംഗ് വാങ്ങിച്ചുകൊണ്ട് പോയി, എന്നിട്ട് രണ്ടുപേരും ബ്രേക്കപ്പ് ആയി, ഇങ്ങനെ മീറ്റ് ചെയ്തു, അല്ലാതെ എന്താന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പക്ഷെ സൂഹുക്ക് പറയും, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ടിന്റെ കല്യാണത്തിലാണ് ഞാൻ ബോറ ആദ്യമായിട്ട് കാണുന്നത്. ബോറ അന്നൊരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടേക്കുമായിരുന്നു. ആ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് എന്നെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് എല്ലാം സ്ലോ മോഷനിലായതുപോലെ തോന്നി, ടൈം സ്റ്റക്ക് ആയതുപോലെ തോന്നി. ഞങ്ങളുടെ ഐസ് മീറ്റ് ചെയ്തപ്പം എന്റെ ശ്വാസം നിലച്ചതുപോലെ എനിക്ക് തോന്നി എന്ന് പറയും. സുന്ദരിയായ ബോറെ കണ്ടപ്പോൾ തന്നെ ഇയാൾ വീണു, അന്നേരം തന്നെ ഇഷ്ടപ്പെട്ടു അല്ലേ എന്നൊക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ വീണ്ടും വീണ്ടും മാറി മാറി ചോദിക്കുമ്പോഴത്തേക്കിനും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്ന് ഇവൻ പറയും. അപ്പൊ ഇവളിങ്ങനെ പതുക്കെ ചോദിക്കും എന്തോ ഇതെന്ന്. അപ്പം ഇത് ആക്ടിങ് അല്ലേ, അവർക്ക് വിശ്വാസം പറയണ്ടേ, അപ്പം അതിന് തക്കതായിട്ട് നമ്മൾ ഓരോന്ന് പറയുകയും ചെയ്യുകയൊക്കെ വേണ്ടേ എന്ന് ഇവൻ ചോദിക്കും. ഇതെല്ലാം കണ്ടും കേട്ടും കഴിയുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും സുഹൂക്ക് ആരാണെന്ന് അറിയണം. അപ്പൊ അത് സുഹൂക്കാണ്, പബ്ലിഷിംഗ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ ജിൻവു പറഞ്ഞു കൊടുക്കും. പക്ഷെ ജുവാൻ ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് നിൽക്കും. പോവാൻ നേരത്ത് സുഹൂക്കിനെ വന്ന് ജുവാൻ പരിചയപ്പെടും. എനിക്ക് നേരത്തെ പരിചയപ്പെടാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിചയപ്പെടുന്നത്. ജുവാന്റെ കാറ് നേരെ കിടക്കുന്ന കാണുമ്പോഴത്തേക്കിനും ബോറയ്ക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കാനെന്ന വ്യാജേന സുഹൂക്ക് അവളുടെ അടുത്തേക്ക് ചെല്ലും. അപ്പം സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും ജുവാൻ അകത്ത് നിന്ന് നോക്കുമ്പോൾ കിസ് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. അവനൊന്നും ഇഷ്ടപ്പെടുന്നില്ല അങ്ങോട്ട്. ടിഷ്യൂ എടുക്കാനെന്ന വ്യാജേന ഇവളിങ്ങനെ തുറന്നു നോക്കുമ്പോൾ റിംഗ് അതിനകത്ത് തന്നെ ഉണ്ടെന്ന് കാണും. അപ്പൊ ഇവന് കാര്യം മനസ്സിലാവും. എന്തുകൊണ്ടാ ഇത് എടുത്ത് കളയാഞ്ഞതെന്ന് അവള് ചോദിക്കുമ്പോഴത്തേക്കിനും ഞാൻ ഇൻസ്റ്റാൾമെന്റിലാണ് വാങ്ങിച്ചത്, ഇനിയും കുറെ കാലം അടിച്ചാലേ അതിന് പൈസ തീരത്തുള്ളൂ എന്ന് ഇവൻ മറുപടിയും പറയും. അപ്പം നമ്മളെ സിനിമയിലും ഡ്രാമയിലും ഒന്നും കാണുന്ന കൂട്ടല്ല, ശരിക്കുള്ള ലൈഫിൽ കാര്യങ്ങൾ വരുമ്പോൾ അല്ലേ ഇങ്ങനെ ബോറ ചിരിച്ചോണ്ട് ചോദിക്കുമ്പോഴത്തേക്കും ഇയാൾക്ക് ഇത് ഇഷ്ടപ്പെട്ടതല്ലേ, വേണമെങ്കിൽ ഞാൻ തരാം, ഡിസ്കൗണ്ടും തരാം, ഉപയോഗിച്ചതല്ലോ എന്ന് ഇവൻ തമാശ പറയും. രാവിലെ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ബോറ പറയുമ്പോൾ അതൊന്നും സാരമില്ല, ഇയാൾക്ക് എന്നെ പറ്റി കൺസേൺ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് പറഞ്ഞതും ചെയ്തതെന്ന് എനിക്കറിയാമെന്ന് പറയും. അപ്പോൾ യൂറിയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് കരഞ്ഞു എന്ന് ബോറ ചോദിക്കുന്നുണ്ട്. കരയാനായിട്ട് ഞാൻ ആലോചിച്ചു, പക്ഷെ എനിക്ക് കണ്ണീര് വന്നില്ല എന്നാണ് തിരിച്ചു പറയുന്നത്. ഞങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു എൻഡിങ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവളെ കണ്ട് സംസാരിച്ച് ഒരു പ്രോപ്പർ എൻഡിങ് വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പോയതെന്ന് സുഹുക്ക് പറയുന്നുണ്ട്. ഞാൻ ഇന്ന് പോയത് ജുവാൻ കാരണമല്ല, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഒരുപാട് മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട്, ജുവാൻ കാരണം അവരെ ഒന്നും ഒരിക്കലും ഇനിയും കാണാൻ പാടില്ല, അവരെ ഇനിയും കാണാതിരിക്കണം എന്ന് ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ പോയതെന്ന് അവളും പറയും. സൗകര്യമായിട്ട് ഇന്ന് കിട്ടിയതാണല്ലോ, ആരും ഇല്ലല്ലോ വീട്ടില്. അങ്ങനെ ബോമിയും ജിൻഹോയും കൂടി ഡേറ്റിന് ഇറങ്ങിയതാണ്. അന്നേരമാണ് ജിൻഹു വിളിച്ചിട്ട് പറയുന്നത് ഇന്ന് വീട്ടിലേക്ക് വരത്തില്ല, ഞങ്ങൾ ലേറ്റ് ആവുമെന്ന്. അതറിഞ്ഞിട്ട് ബോമിയും കൊണ്ട് അവരുടെ അണ്ടർഗ്രൗണ്ടിലുള്ള സ്ഥലത്തേക്കാണ് ജിൻഹോ പോകുന്നത്. എന്നിട്ട് ഈ സ്പേസ് മുഴുവൻ കാണിച്ചു കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, യൂജിങ്ങിന് അറിയത്തില്ല ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളതായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്പേസ് നമ്മുടേതാക്കാനായിട്ട് ഒരു ഐഡിയ ഉണ്ടെന്ന് ബോമി പറയും. രാത്രി ആയതുകൊണ്ട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടും അവർ റൂമൊക്കെ എടുത്തിട്ട് വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്, യൂജങ്ങും ജിൻഹുവും കൂടി. നമ്മൾ ഡേറ്റ് ചെയ്തിരുന്നപ്പോൾ പോലെയല്ലല്ലോ കല്യാണം കഴിഞ്ഞപ്പോൾ, പല കാര്യങ്ങളും അന്ന് ചെയ്തിരുന്നു ഇപ്പൊ ചെയ്യുന്നില്ലല്ലോ, അതെന്താണെന്ന് യൂജങ് ജിൻഹുവിന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ ജിൻഹു പറയുന്നത് അന്ന് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചാലേ കാണാനായിട്ട് പറ്റത്തുള്ളായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞു, നമ്മൾ ഒന്നിച്ചാണ്, എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഒന്നിച്ച് ചെയ്യാം, അതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ മാറിയിട്ടൊന്നുമില്ല, കല്യാണം കഴിഞ്ഞതുകൊണ്ട് എല്ലാം ഈസിയാണ്, അതുകൊണ്ടാണെന്ന് പറയും. അപ്പൊ യൂജങ് ചോദിക്കും നമ്മൾ ഡേറ്റ് ചെയ്താൽ മതിയായിരുന്നു, കല്യാണം കഴിക്കേണ്ടായിരുന്നു അല്ലേ എന്ന്. പക്ഷെ അത് ചോദിക്കുമ്പോഴത്തേക്കും ജിൻഹു ഉറങ്ങിയിട്ടുണ്ടാവും. ബോംബെയുടെ പ്ലാൻ അനുസരിച്ച് ജിൻഹുവിന്റെ അടുത്ത് എന്ന് പറയും, യൂജങ്ങിന് സംശയമുണ്ട്, താഴെ എന്തോ സൗണ്ട് കേട്ടതുപോലെ തോന്നുന്നു, വേറെ ആരോ ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു എന്നൊക്കെ ബോറ അടുത്ത് പറയുന്നത് ഞാൻ കേട്ടു, അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയും. അപ്പൊ ഇവൻ ആലോചിക്കുമ്പോൾ കാറിൽ വെച്ച് അവിടെ ചോദിക്കുകയും ചെയ്തു എവിടെ പോയേക്കുമായിരുന്നു എന്ന്. അപ്പൊ എന്തായാലും അവർക്ക് സംശയം തോന്നിയിട്ടുണ്ടെന്ന് അവനും ഒരു ധാരണ വരും. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇനി താഴേക്ക് വരണ്ട, ആ സ്പേസിലേക്ക് വരണ്ട എന്ന് ജിൻഹു അവന്റെ അടുത്ത് പറയും. ജിൻഹു വരുന്നുണ്ട്, ഇയാളുടെ ഗേൾ ഫ്രണ്ടിനെ എന്നാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതെന്ന് യൂജങ് ചോദിക്കും. അയ്യോ ആള് ഭയങ്കര ഷൈ ആണ്, അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തി തരാത്തത്, ഒരു ദിവസം ഞാൻ വിളിച്ചോണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഹു അവിടുന്ന് രക്ഷപ്പെടും. പക്ഷെ അത് ബോമിയാണെന്ന് ഇവർക്ക് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. കാരണം ഇവരെവിടെയാണ് പോയതെന്ന് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് യൂജങ് ജിൻഹുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പം ജിൻഹു ആണ് മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് കാര്യം മനസ്സിലാവും. കാരണം ഇവരുടെ കൂട്ടത്തിൽ അന്നേരം ബോബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓ ആള് നല്ല ഷൈ ആണല്ലേ, പക്ഷെ ഞങ്ങൾക്ക് കാണാൻ നല്ല ആഗ്രഹമുണ്ട്, പെട്ടെന്ന് തന്നെ പരിചയപ്പെടുത്തി തരണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ രണ്ടും കൂടി അവനെ പറഞ്ഞു വിടുന്നത്. എന്നിട്ട് അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് മനസ്സിലായ കാര്യം അവൻ അറിയത്തില്ല. നിങ്ങൾ തമ്മിൽ എന്താണെന്ന് അപ്പൊ യൂജങ് ഇവളുടെ അടുത്ത് ചോദിക്കും ബോറയുടെ അടുത്ത്. ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നത് എന്തോ ഉണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്താണ് എന്ന് പറയാനായിട്ട് പറയുമ്പോൾ അത് സംഭവിച്ചതൊക്കെ യൂജങ്ങിന്റെ അടുത്ത് വിശദമായിട്ട് പറയും. യൂജങ്ങിന് സന്തോഷമാവും, കാരണം
രണ്ടുപേരും നല്ല ചർച്ചയായിരിക്കും, രണ്ടുപേർക്കും സംസാരിക്കാനൊക്കെ ഒരുപാട് കാണും എന്നൊക്കെ ആദ്യമേ യൂജങ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊന്നുമില്ല, എന്റെ പാർട്ടിൽ പറ്റിയൊരു മിസ്റ്റേക്ക് ആണെന്ന് ബോറ പറയുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് ഒക്കെ യൂജങ് അവർക്ക് കാണിച്ചു കൊടുക്കും. നോക്കുന്നുണ്ട് എല്ലാത്തിലും സൂഹുക്കു ഇവിടെ തന്നെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം എടുത്ത ഫോട്ടോസ് എല്ലാം ആ പെൺകുട്ടി അപ്ലോഡ് ചെയ്യും. ജുവാൻ അതെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. എല്ലാത്തിലും ബോറയും സൂഹുക്കും ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഇവൻ ഓരോ ഫോട്ടോയും എടുത്ത് ഇങ്ങനെ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര മണിക്കാണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ജുവാൻ ബോറയ്ക്ക് ഒരു മെസ്സേജ് അയക്കും. ഇത് കാണുമ്പോൾ യൂജങ്ങിനും ബോറയ്ക്കും ദേഷ്യം വരും. എന്തിനാണ് ജുവാൻ മെസ്സേജ് അയച്ചതെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുറകെ തന്നെ അടുത്ത മെസ്സേജ് വരും, ആള് തെറ്റിപ്പോയി, ബോറ എന്ന പേരിൽ എനിക്ക് വേറൊരാളെ അറിയായിരുന്നു എന്നാണ് അവൻ പിന്നീട് മെസ്സേജ് അയക്കുന്നത്. അതല്ല, കള്ളമാണ് പറഞ്ഞതെന്ന് രണ്ടുപേർക്കും മനസ്സിലാവും. പക്ഷെ തെറ്റിപ്പോയതായിരിക്കട്ടെ എന്നാണ് ബോറ ആഗ്രഹിക്കുന്നത്. പക്ഷെ ബോറ മറുപടി പറഞ്ഞാലേ പറ്റൂ എന്നുള്ള രീതിക്ക് അവൻ പുറകെ മെസ്സേജസ് കുറെ അയച്ചുകൊണ്ടിരിക്കും. 2-3 ദിവസം ഇത് ആവർത്തിക്കും. എന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അൺഫോളോ ചെയ്തതായിട്ട് ഞാൻ കണ്ടു, ഞാൻ ചെയ്യണമായിരുന്നോ, ഞാൻ ചെയ്തിട്ടില്ല, ഇനി ഞാൻ ചെയ്യണോ എന്നൊരു ദിവസം ചോദിക്കും. പിന്നെ ചോദിക്കും, എന്റെ ഓഫീസിനടുത്ത് അങ്ങനെ വന്നായിരുന്നു, ഇവിടെ ബോറെ പോലെ ഒരാളെ കണ്ടു എന്ന് ഒരാൾ എന്നോട് പറഞ്ഞായിരുന്നു എന്ന്. എന്നിട്ട് ഇവക്കൊരു മെസ്സേജ് അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയും. ഇവള് ഉറക്കത്തിലാണ് എഴുന്നേറ്റ് നോക്കുന്നത്. ഇന്ന് നല്ല കാലാവസ്ഥയാണല്ലോ, ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഡേറ്റിനൊന്നും പോകുന്നില്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടും മെസ്സേജ് അയക്കും. ദേഷ്യം വന്നിട്ട് ബോറ ചോദിക്കും, ഇയാൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടേ. നമുക്കൊന്ന് മീറ്റ് ചെയ്യാമോ എന്ന് ജുവാൻ ഇങ്ങോട്ടേക്ക് ചോദിക്കും. അന്ന് കണ്ടപ്പോൾ നേരെ യാത്ര പറയാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് വീണ്ടും കാണണമെന്ന് ഞാൻ പറഞ്ഞത്. ഇയാൾ മാറിയതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയും. എനിക്ക് മാറ്റമൊന്നുമില്ല, ഞാൻ പഴയതുപോലെ തന്നെയാണെന്ന് പറഞ്ഞേ ബോറ തിരിച്ചു പറയും. അപ്പൊ എങ്ങനെ പോകുന്നു അയാളുമായിട്ടെന്ന് ചോദിക്കുന്നുണ്ടേ. സുഹൃത്തിന്റെ കാര്യമാണോ ചോദിക്കുന്നത്? ഞങ്ങൾ ഡേറ്റ് ചെയ്യുന്നല്ല, ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ക്ലോസ് ആയി, അത്രേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ അത്രേ ഉള്ളൂ, പക്ഷെ അന്ന് എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആകെ ടെൻഷനായിരുന്നു. കാരണം നമ്മളെ പറ്റി എല്ലാവർക്കും അവിടെ അറിയാമല്ലോ, അധികം കാലം ആയില്ലല്ലോ നമ്മൾ ബ്രേക്കപ്പ് ആയിട്ട്. എന്നിട്ട് ഇയാൾ അവിടെ വന്നിട്ട് ചിരിച്ച് കളിച്ച് സംസാരിച്ചിട്ട് ഒക്കെ നടക്കുമായിരുന്നല്ലോ. എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവിടെ ഉള്ളവരെല്ലാം നിന്നെ കളിയാക്കുവോ, അത് നിന്റെ ഇമേജിനെ ബാധിക്കുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു എന്ന് പറയും. ഉടനെ ബോറ ചോദിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടോ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, അതിന് ഞാൻ അവിടെ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ആ വ്യക്തിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നിങ്ങൾ അടുത്ത് ഇടപഴകുമ്പോൾ നിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നന്നായിട്ടായിരിക്കും പെരുമാറുന്നത്, അപ്പൊ അവർ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. നിന്നെ കാണാൻ നല്ല ഗ്ലാമറാണ്, ഇത്രയും ഫെയിം ഒക്കെ ഉണ്ട്, അപ്പൊ നീ അങ്ങനെ അവരോട് പെരുമാറുമ്പോൾ ഈസി ഗോയിങ് ആണെന്ന് അവർ ചിലപ്പോൾ വിചാരിക്കും എന്ന് പറയും. അപ്പോൾ എന്നെ പറ്റി ഇയാൾ അങ്ങനെയാണോ കാണുന്നത്, അങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചേക്കുന്നത്? ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഞാൻ ഈസി ഗോയിങ് ആയതുകൊണ്ടാണ് ആളുകൾ എന്നെ അപ്രോച്ച് ചെയ്യുന്നത്, ആ ഒരു ഇമ്പൾസിലാണ് അപ്രോച്ച് ചെയ്യുന്നത്, അല്ലാതെ എന്റെ ക്വാളിറ്റി ഒന്നും കണ്ടിട്ടല്ല എന്നാണ് പറഞ്ഞു വരുന്നത് ചോദിക്കുമ്പോൾ, അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് ഇവൻ പറയും. അപ്പൊ ഇവൻ സുഹൂഖിനെ പറ്റി ആലോചിച്ച് ബോധവാനാണെന്ന് ബോറയ്ക്ക് മനസ്സിലാവും. എന്നെ പറ്റി ആലോചിച്ചു ഇയാൾ ടെൻഷൻ അടിക്കണ്ട, സുഹൂഖ് നല്ലൊരു വ്യക്തിയാണ്, നല്ല മനസ്സിലുള്ള ഒരാളാണെന്ന് പറയും. പിന്നെ വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് അവൻ വീണ്ടും ചോദിക്കും. നമുക്കങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും ആവാനായിട്ട് പറ്റത്തില്ല. പിന്നെ എന്തെങ്കിലും വലിയ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മെസ്സേജ് അയക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല എന്ന് ബോറ പറയും. ഇപ്പോൾ പോകാനായിട്ട് തുടങ്ങുന്നുണ്ടേ ഇവൻ വീണ്ടും പറയുന്നത്, അന്ന് കണ്ടതൊന്നും സത്യമല്ല, അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു എന്നാണ്. അപ്പോൾ ബോറ മനസ്സിൽ വിചാരിക്കുന്നത്, ഞാനും സുഹൂഖും തമ്മിൽ നടന്നത് ഒരു മിസ്റ്റേക്ക് അല്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം, അതുപോലെ ഇതും ഒരു മിസ്റ്റേക്ക് അല്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്, മനഃപൂർവ്വം ചെയ്തതാണ്, അതൊരിക്കലും ആദ്യത്തെ പ്രാവശ്യം അല്ലാന്നും എനിക്കറിയാം. പക്ഷെ അത് ഇപ്പോഴും ജുവാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, എന്നെ അത് ബോധർ ചെയ്യുന്നില്ല, കാരണം ജുവാൻ എന്റെ പാസ്റ്റായി മാറിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ജിമ്മി വന്നിട്ട് ബോറ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ സുഹൂഖ് വന്നിട്ട് ചോദിക്കും, ഇയാൾ ഇങ്ങനെ സുന്ദരിയായിട്ട് എന്ത് ചെയ്യാനായിട്ട് പോവാണ്, പിന്നെ സുന്ദരിയായിട്ട് വരുവാണല്ലോ എന്ന്. അപ്പോൾ ഇയാൾ എപ്പോഴാണ് ഇങ്ങനെ ആക്ടിങ് നിർത്താനായിട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ക്യാരക്ടറിൽ നിന്ന് പുറത്ത് വരാനായിട്ട് പറ്റുന്നില്ല എന്ന് സുഹൂഖ് പറയും. അപ്പം എന്തെങ്കിലും റെസ്പോൺസ് മറ്റേ സൈഡിൽ നിന്ന് ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല, ആളത്ര പോരായിരുന്നെന്ന് തോന്നുന്നു എന്നൊക്കെയാണ് ബോറ പറയുന്നത്. ജുവാൻ മീറ്റ് ചെയ്ത കാര്യവും അങ്ങനെ സംസാരിച്ച കാര്യമൊന്നും അവൾ പറയുന്നില്ല. അന്നേരത്തേക്ക് യൂജങ് അവിടേക്ക് വരും. നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാൻ നല്ല ചേർച്ച ഉണ്ടല്ലോ, രണ്ടുപേരും നല്ല ചേർച്ച കേട്ടോ, ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തൊന്നും അല്ലായിരുന്നല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഇവള് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ബോറ അവളെയും വിളിച്ചുകൊണ്ട് പോകും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. വാഷ് ചെയ്യുന്ന സമയത്ത് മുഴുവൻ സൂജിൻ പറഞ്ഞ കാര്യങ്ങളാണ് സാങ്ജിന്റെ മനസ്സിൽ. ഇയാൾക്ക് ഇപ്പോഴും അറിയത്തില്ലല്ലോ എന്താണ് റീസൺ എന്ന്. പണ്ടും ഇങ്ങനെയായിരുന്നു ഇപ്പോഴും ഇങ്ങനെയായിരുന്നു എന്നൊക്കെ അവൾ പറഞ്ഞത് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് മിസ് ബാങ്ക് കൊടുത്ത ടീഷർട്ട് അവൻ കാണുന്നത്. നോക്കുമ്പോൾ അതിലൊരു ബ്രാൻഡിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ചെന്ന് നോക്കുമ്പോൾ അത് നല്ല കോസ്റ്റ്ലി ആണെന്ന് അവന് മനസ്സിലാവും. എല്ലാവരുടെയും ഉച്ചക്കലത്തെ ലഞ്ച് നമുക്ക് സ്പോൺസർ ചെയ്താലോ എന്ന് സാങ്ജിൻ സുഹൂഖിന്റെ അടുത്ത് ചോദിക്കും. സുഹൂഖ് ചോദിക്കും, നമ്മൾ ഓൾറെഡി കവർ ചെയ്യുന്നുണ്ടല്ലോ, ഇനി ആരുടെ കവർ ചെയ്യണമെന്നാണ് പറയുന്നത്? കുറച്ച് നാളായിട്ട് കമ്പനിയുടെ കാർഡ് യൂസ് ചെയ്ത് എക്സ്പെൻസ് കൂടുന്നുണ്ട്, ഒരാവശ്യമില്ലാതാണ് പല പല കാര്യങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിച്ചേക്കുന്നത്. നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഉപയോഗിക്കാൻ തന്നെ സമ്മതിക്കത്തില്ലായിരുന്നല്ലോ, എന്തുകൊണ്ട് ഇപ്പൊ പ്രശ്നം, എന്താണ് ഇത്ര വലിയ മാറ്റത്തിന് കാരണം? മിസ് ബാങ്ക് വന്നതിന് ശേഷമാണല്ലോ ഇതൊക്കെ, ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങളല്ലേ, അങ്ങനെ ആവാൻ വഴിയില്ല, കുറച്ചെങ്കിലും ഒക്കെ മനസാക്ഷിയും ഒക്കെ വേണം, അതാവാൻ വഴിയില്ലല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പിന്നെയും തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും
അതൊന്നും അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സാങ്ജിൻ പിടിച്ചു നിൽക്കാനായിട്ട് നോക്കുന്നുണ്ട്. ബുക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് പബ്ലിഷിംഗ് കമ്പനിയിലേക്ക് ബോറ വരും. അപ്പോൾ എക്സുമായിട്ട് വീണ്ടും ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ആ ഒരു അധ്യായം അവിടെ അവസാനിച്ചു, പുതിയൊരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു രീതിക്ക് ബുക്ക് എഴുതിയാലോ എന്ന് എനിക്കിപ്പോൾ ആലോചനയുണ്ട്. പുതിയ ഇറങ്ങിയ സിനിമ കണ്ടില്ലേ, അതിലങ്ങനെയാണ്. ഓപ്പൺ എൻഡിങ്ങിനുള്ള അങ്ങനെ ഒരു ബുക്കാണെങ്കിൽ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു സീസൺ എൻഡ് ചെയ്യുന്നു, മറ്റൊരു സീസൺ തുടങ്ങുന്നു, അതുപോലെയെന്ന് ബോറ പറയും. എല്ലാവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. സാങ്ജിൻ അന്നേരം സൂഹുവിന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കും. സൂഹുവിനും അത് ഇഷ്ടപ്പെടും. ഓൾറെഡി അവർ ഇങ്ങനെ ഒരു സംസാരം നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഫോട്ടോഷൂട്ടിന്റെ അന്ന് രാത്രിയിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു സീസൺ അവസാനിച്ച് മറ്റൊരെണ്ണം തുടങ്ങുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് ബോറ പറയുന്നുണ്ട്. അപ്പം സൂഹുക്ക് ചോദിക്കും, അതിൽ സങ്കടമാണോ സന്തോഷമാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണെന്നാണ് ബോറ പറയുന്നത്. ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓതറിന്റെ ഇഷ്ടം അനുസരിച്ച് എഴുതട്ടെ എന്നേരം സൂഹുക്ക് പറയും. ബോറ പോകാനിറങ്ങുമ്പോൾ സൂഹുക്ക് പുറകെ ചെല്ലും. എവിടെയൊക്കെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു ബിസിനസ് ആവശ്യമുണ്ടെന്ന് അവൻ പറയും. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, നമുക്ക് ഒന്നിച്ച് കാണാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇയാൾ എന്തിനാണ് പോകുന്നിടത്തെല്ലാം ഇപ്പം എന്നെ വിളിക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം സൂഹുക്ക് പറയുന്നത് ഓതറിന്റെ ഇന്റൻഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ കൂടി ആ സിനിമ കണ്ടിരിക്കണമല്ലോ. അപ്പം ഇയാൾ ഓൾറെഡി കണ്ടു, ഞാൻ കണ്ടില്ല. അപ്പം നമ്മൾ ഒന്നിച്ച് കാണുവാണെങ്കിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും എന്നാണ്. അപ്പം അവന്റെ കൂടെ സിനിമയ്ക്ക് ചെല്ലണം, അത്രേ ഉള്ളൂ എന്ന് ബോറയ്ക്ക് മനസ്സിലാവും. അവിടെ ചെല്ലാൻ സമ്മതിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി സിനിമയ്ക്ക് പോകും. ചെന്ന് കഴിയുമ്പോൾ രണ്ടുപേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ് ഒരു സൈഡിലുള്ളത്. അവിടെയാണ് ഇവർക്ക് കിട്ടുന്നത്. ഇവർ രണ്ടും മാത്രമേ ഉള്ളൂ ആ സൈഡിൽ. അപ്പം ഞാൻ മനഃപൂർവ്വം എടുത്തതല്ല, ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുത്തത്, കണ്ടില്ലേന്ന് സൂഹുക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ബോറ ചോദിക്കും. എന്നിട്ട് അവൾ അകത്തേക്ക് കയറിയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ സുഹുക്ക് അവളുടെ നേരെ ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇനിയും എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല, അന്ന് സംഭവിച്ചതുപോലെ വീണ്ടും ആവർത്തിക്കാനായിട്ട് പാടില്ല, അതിന് ഞാൻ കാരണമാകരുതെന്ന് ബോറയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവള് അത് കാണാത്ത കൂട്ട് ഡ്രിങ്ക്സും കുടിച്ചുകൊണ്ടിരിക്കും.